ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഇന്ന് വിഷു ആണല്ലേ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വിഷുദിന ആശംസകൾ നേരാണ്. ഭഗവാന്റെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് വിഷുദിനം. വിഷുദിനത്തിന് ഭഗവാനെ കണി കാണാനായിട്ട് ഗുരുവായൂരമ്പലത്തിൽ നല്ല തിരക്കാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും നമ്മളെല്ലാവരും അതിമനോഹരമായിട്ടുള്ള കണികൾ ഒരുക്കും. ഓരോരുത്തരും അവനവനെ കൊണ്ട് ആകുന്ന രീതിയിൽ അവനവൻ്റെ നാട്ടിലെ ചിട്ടകൾ അനുസരിച്ച് അതിമനോഹരമായിട്ട് ഭഗവാന്റെ കണികൾ ഒരുക്കണം. ഏകദേശം ഒരു വിഷുക്കാലത്താണ് കണ്ണൻ്റെ ഭക്തപ്രിയ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ തുടങ്ങിയതും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ധാരാളമായിട്ട് വിഷുവുമായിട്ട് ബന്ധപ്പെട്ട കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊല്ലം വീണ്ടും അതൊന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് പറയാതിരുന്നത്. വിഷുദിനം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഓർമ്മ വരുന്നത് കണിക്കൊന്ന പൂവും രാവിലെ എഴുന്നേറ്റിട്ടുള്ള ഒരു കണി കാണലും പുതുവസ്ത്രവും കൈനീട്ടവും ഉച്ചയ്ക്കുള്ള സദ്യയും പായസവും ഒക്കെയാണല്ലേ. ഇന്ന് കണിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഇങ്ങനെ ഓർക്കുമായിരുന്നു. നമ്മുടെയൊക്കെ പൂർവികര് എത്ര മനോഹരമായിട്ടാണ് ഒരു പുതുവർഷത്തെ എങ്ങനെ വരവേൽക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നതെന്നുള്ളത് ഒന്ന് ഓർത്തു നോക്കൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചൈത്രമാസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നപ്പോൾ വ്യക്തമായി പറഞ്ഞിരുന്നതാണ് നമ്മുടെ ന്യൂ ഇയർ ആണ് ഈ വരുന്ന മേടമാസത്തിലെ 1-ാം തീയതിയായിട്ടുള്ള വിഷുദിനം. പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ആദ്യം നമ്മൾ കണ്ണു തുറന്നാൽ കാണേണ്ടത് പരമാത്മാവായിട്ടുള്ള ഭഗവാനെയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായത് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ തന്നെയാണ് എന്നുള്ളത് നമുക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കണിയൊരുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പൂർവികർ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ രൂപം, അതിനടുത്ത് ഒരുക്കി വെച്ചിട്ടുള്ള കായ്ക്കനികൾ, പുതിയ വസ്ത്രം, നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന ഭഗവത് ചൈതന്യത്തെ തിരിച്ചറിയാനായിട്ട് ഭഗവതീ സങ്കല്പത്തിൽ നമ്മൾ വെക്കുന്ന വാൽക്കണ്ണാടി, ഒരു വ്യക്തിയുടെ മഹത്വം അദ്ദേഹത്തിൻ്റെ അറിവിലും പെരുമാറ്റത്തിലുമൊക്കെ ആയതുകൊണ്ട് തന്നെ സരസ്വതീ സങ്കല്പത്തിൽ ഗ്രന്ഥം വയ്ക്കാറുണ്ട്. ഓരോ ഭഗവാന്മാർക്കും പ്രിയപ്പെട്ട കായ്ക്കനികൾ വയ്ക്കാറുണ്ട്. കാർഷിക വിളവെടുപ്പ് ഉത്സവമായിട്ടും സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ദിനമായിട്ടും കൂടി നമ്മൾ കണക്കാക്കുന്ന ഈ ഒരു വിഷുദിനത്തിൽ സമ്പദ് സമൃദ്ധമായിട്ട് ഈ ഒരു വർഷം മുഴുവനും നമുക്ക് അന്നം നൽകാനായിട്ട് അന്നദാതാവായിട്ടുള്ള ഭഗവാനെയും അന്നപൂർണേശ്വരിയായിട്ടുള്ള ദേവിയെയും നമ്മൾ ഓർത്തുകൊണ്ട് കാർഷിക മഹോത്സവം എന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള കായ്കനികളും വിത്തുകളും നമ്മൾ കണി കാണാനായിട്ട് സാധാരണ വെച്ച് പോരാറുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ നിലനിന്നാൽ മാത്രമാണ് ജീവിതത്തെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അഭിവൃദ്ധിയും ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും ഉണ്ടാവാനായിട്ട് ധനവും സ്വർണവും ആഭരണങ്ങളും എല്ലാം നമ്മൾ കണി ഒരുക്കുമ്പോൾ വയ്ക്കുന്നു അല്ലേ. അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യത്തോടു കൂടിയിട്ട് നിത്യനിവാസം ചെയ്യാൻ നമ്മൾ കൺമഷിയും കുങ്കുമവും മഞ്ഞളും എല്ലാം കണിയൊരുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാറുണ്ട്. ഇതിൽ ഒതുങ്ങുന്നതല്ല കണി വെക്കുന്ന രീതിയും ചിട്ടയും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ്. എന്താ നോക്കുന്നുണ്ടാവുക? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഭഗവത് ചൈതന്യമാണ് നിറയണത്. നമുക്ക് നമ്മളെ തന്നെയാണ് തിരിച്ചറിയേണ്ടത്. ഈ ഒരു ജീവിതത്തെ എല്ലാ കർമ്മങ്ങളും മനോഹരമാക്കി ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കാനായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചെന്നേ മതിയാവുള്ളൂ. ആ അനുഗ്രഹം ഭഗവാനിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദിനം. ഈ ഒരു വർഷം മുഴുവനും കഷ്ടപ്പാടും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ മുന്നോട്ട് ജീവിക്കാനായിട്ട് ഭഗവാനോട് അപേക്ഷിക്കുന്ന ഒരു ദിനം. ആയുസ് ആരോഗ്യ വർധനയ്ക്ക് വേണ്ടിയിട്ട്, സത്സന്താന പ്രാപ്തിക്ക് വേണ്ടിയിട്ട്, ശ്രീ ലക്ഷ്മി ദേവിയുടെ നിത്യനിവാസം ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പൻ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മളെല്ലാവരും നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്ന പോലെ കണി ഒരുക്കാറുണ്ട്. അപ്പോൾ ഈ കണി ഒരുക്കുന്ന ഈ ഒരു രീതിയും സമ്പ്രദായവും ഒരു ന്യൂ ഇയറിനെ, ഒരു പുതുവർഷത്തെ എങ്ങനെയാണ്
നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നുള്ളതിനെ നമുക്ക് കാണിച്ചു തരുന്നതിനോടൊപ്പം ഈ പറഞ്ഞ എല്ലാ സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നമ്മളിലേക്ക് വരുന്നെങ്കിൽ നമ്മൾ കഠിനാധ്വാനം കൂടി ചെയ്യണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡ്രീംസിനെ, നമ്മുടെ സ്വപ്നങ്ങളെ ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ കൂടിയാണ് നമ്മൾ ഈ വിഷുക്കണി വെക്കുന്നത്. സാധാരണ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ ജാനുവരി 1-ാം തീയതി നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് വെക്കാറുണ്ട്. അതുപോലെ തന്നെ പുതുവത്സര ദിനമായിട്ടുള്ള ഈ ഒരു വിഷു ദിനത്തിൽ നമ്മൾ കണി കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ചിന്തകളെ, നമ്മുടെ സ്വപ്നങ്ങളെ മനസ്സിലേക്ക് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ്. ഇതുപോലെ സമ്പദ് സമൃദ്ധമായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അധ്വാനം ചെയ്യാനുള്ള ബുദ്ധിയും ആരോഗ്യക്ഷമതയും അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടുന്ന സമയത്ത് ചെയ്യാൻ തോന്നണം അല്ലേ. അങ്ങനെയുള്ള തോന്നലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ വീഴേണ്ടത്. നമ്മുടെ കർമ്മഫലങ്ങളൊക്കെ മനോഹരമാക്കി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാനായിട്ടും. അപ്പം അങ്ങനെയുള്ള ഈ ഒരു വിഷുദിനത്തിൽ എല്ലാവരും സന്തോഷവും സമൃദ്ധിയും അനുഭവിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഭഗവാൻ എല്ലാവർക്കും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും ധനധാന്യ വൃദ്ധിയും അതുപോലെ തന്നെ ഭഗവതി ശ്രീ ലക്ഷ്മി ദേവിയുടെ നിത്യനിവാസവും ശ്രീ ഭഗവാൻ പൊന്നുഗുരുവായൂരപ്പൻ നിഴൽ പോലെ എല്ലാവരുടെ ഒപ്പം ഉണ്ടാവട്ടെ. ഭക്തി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഭക്തി മാത്രം ഉണ്ടായാൽ പോരാ, മരണം വരുന്ന സമയത്ത് പോലും ഭഗവാനെ സ്മരിക്കാനുള്ള ബുദ്ധി തരണേന്നും കൂടെ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഒരു നേരം പോലും ഭഗവാന്റെ നാമം മറക്കാതിരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുദിന ആശംസകൾ.